പെരുമ്പാവൂർ ജിഷ വധക്കേസ് വിചാരണ ഇന്ന് ആരംഭിക്കും. പ്രതി അമീറുൽ ഇസ്ലാമിനായി ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി ആളൂർ ഹാജരാകും. ആളൂരിനെ തടയുമെന്ന് ദളിത് പ്രതികരണ വേദി 195 സാക്ഷികളെ വിസ്തരിക്കും. വിചാരണ തുടങ്ങുന്നത് 5 മാസം നീണ്ട അന്വേഷണത്തിനൊടുങ്ങും. ബീഹാറിലേതിന് സമാനമായി മഹാസഖ്യം രൂപീകരിക്കാൻ മുലായം സിംഗ് യാദവ് ഒരുങ്ങുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ച നടത്തി. സമാജ്വാദി പാർട്ടിയിൽ മുഖ്യമന്ത്രി അഖിലേഷ് യാദവും പാർട്ടി അധ്യക്ഷൻ ശിവപാൽ യാദവും തമ്മിൽ തർക്കം തുടരുന്നതിനിടെയാണ് നീക്കം. അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ വെടിവെപ്പിൽ 8 നാട്ടുകാർ കൊല്ലപ്പെട്ടു. 22 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിർത്തിയിലും നിയന്ത്രണ രേഖയ്ക്കും സമീപമുള്ള വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം. ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 2 പാക് സൈനികർ കൊല്ലപ്പെട്ടു. രാജ്യത്തെ ജയിലുകളിൽ വിചാരണ തടവുകാരായി കഴിയുന്നവരിൽ 55% അധസ്ഥിത വിഭാഗങ്ങളെന്ന് റിപ്പോർട്ട്. 2011 സെൻസസ് പ്രകാരം വിചാരണ തടവുകാരിൽ 14.2% മുസ്ലിങ്ങളും 16.6% ദളിതുകളും 8.6% ആദിവാസികളുമെന്ന് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ചാരവൃത്തിക്ക് പിടിക്കപ്പെട്ട പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ മഹ്മൂദ് അക്തർ 16 കൂട്ടാളികളുടെ പേരുകൾ കൂടി വെളിപ്പെടുത്തിയെന്ന് ഡൽഹി പോലീസ്. അതിർത്തിയിലെ സേനാ വിന്യാസത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്താൻ ഇവർ ചാരന്മാരുമായി സമ്പർക്കം പുലർത്തുന്നുവെന്നും റിപ്പോർട്ട്. വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കും. പനാമ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെതിരെ അന്വേഷണം നടത്താൻ സുപ്രീം കോടതി ഉത്തരവ്. മുൻ ക്രിക്കറ്റ് താരവും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി നേതാവുമായ ഇമ്രാൻഖാന്റെ പരാതിയിലാണ് ഉത്തരവ്. സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ടെന്ന സുപ്രീം കോടതി. തെറ്റായ സത്യവാങ്മൂലം നൽകിയാൽ പത്രിക തള്ളുമെന്നും കോടതി. IS ഭീകരാക്രമണത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇന്ത്യയിലെ US പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും അമേരിക്കയുടെ നിർദ്ദേശം. വൈറ്റ് ഹൌസിലെ ഇന്ത്യൻ വംശജരായ ഉദ്യോഗസ്ഥർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. 2009 ദീപങ്ങൾ തെളിയിച്ച് ദീപാവലി ആഘോഷിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റായി ഒബാമ മാറിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഗൗതം ഗംഭീർ സ്ഥാനം നിലനിർത്താൻ സാധ്യത. ഇഷാന്ത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയേക്കും.